അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് സൂറത്തു റഹ്മാനിലുടനീളം അവൻ സംസാരിക്കുന്നത്. ഇതിനിടയിൽ 31 തവണ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ഓരോരുത്തരോടും ഈ ഒരു ചോദ്യം നിരന്തരം ചോദിക്കുന്നുണ്ട്. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, അഥവാ അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന ശക്തമായ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ ഒരു ഉദാഹരണത്തിലൂടെ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഉദാഹരണം ഒരിക്കലും പൂർണ്ണമായും ശരിയല്ല. ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന് പറയുന്നു എന്ന് മാത്രം. ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിലെ ഒരു യുവാവ് തൻ്റെ നന്നായി പഠിക്കുന്ന ആ കുട്ടിയെ തുടർ പഠനത്തിന് വേണ്ടി പട്ടണത്തിലെ വലിയൊരു കോളേജിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ആ ഉപ്പ ആ മകനെ നെഞ്ചോട് ചേർത്ത് പറയുന്നുണ്ട്, ഒരിക്കലും എനിക്ക് കഴിവുണ്ടായിട്ടോ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടോ അല്ല നിന്നെ ഞാൻ വലിയ കോളേജിലേക്ക് അയക്കുന്നത്. നീ നന്നായി പഠിച്ച് വലിയ നിലയിലെത്തി കുടുംബം നോക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ്. അതുകൊണ്ട് നീ ഒരിക്കലും മറ്റുള്ള കുട്ടികളോടൊപ്പം ചേർന്ന് ഉഴപ്പി പഠനത്തിൽ മോശമാകരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ആ മകൻ തിരിച്ചു പറയുന്നുണ്ട്, ഇല്ല ഉപ്പ, ഒരിക്കലും അങ്ങനെയാവില്ല. എനിക്ക് നന്നായി ബോധ്യമുണ്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് എൻ്റെ ഉപ്പ എന്നെ പഠിക്കാനയക്കുന്നത് എന്ന്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അപ്രകാരം പഠനത്തിൽ ഉഴപ്പുകയില്ല എന്ന് മകൻ ഉപ്പയോട് വാഗ്ദാനം ചെയ്യുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം മകൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൻ പല വിഷയങ്ങളിലും ദയനീയമായി പരാജയപ്പെട്ടതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഉപ്പ മറ്റൊരു കാര്യം കൂടി അറിയുകയാണ്. അവൻ നിരന്തരം പഠനത്തിൽ ഉഴപ്പി ക്ലാസുകൾ കട്ട് ചെയ്തുകൊണ്ടാണ് അവൻ അപ്രകാരം തോറ്റുപോയത് എന്ന സത്യം. അതറിഞ്ഞതോടുകൂടി ആകെ തകർന്നു പോകുന്ന ആ ഉപ്പ അവൻ മകനോട് കണ്ടം ഇടറിക്കൊണ്ട് നിറഞ്ഞ ഹൃദയവേദനയോടുകൂടി ചോദിക്കുന്നുണ്ട്, മോനെ, നിനക്കെന്ത് പറ്റിപ്പോയി? നീ എനിക്ക് തന്ന വാക്കൊക്കെ നീ മറന്നുപോയോ എന്ന്. ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസവും പകലന്തിയോളം പണിയെടുത്ത് നിന്റെ ഫീസ് കെട്ടാൻ വേണ്ടി പ്രയാസപ്പെട്ടത് എന്ന് നിനക്കറിയില്ലേ? അതുപോലെ ഞാൻ പലപ്പോഴും പട്ടിണി കിടന്നു എൻ്റെ രോഗത്തിനുള്ള ഗുളിക വാങ്ങുന്ന പൈസ പോലും നിനക്ക് പല ആവശ്യങ്ങൾക്കും വേണ്ടി അയച്ചു തന്നല്ലോ. ഇങ്ങനെ ആ പിതാവ് ഓരോന്നെടുത്ത് പറഞ്ഞ് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളും ഒരു നിമിഷം ചിന്തിച്ച് നോക്കൂ. ആ ഉപ്പയുടെ സ്ഥാനത്താണ് ഞാനും നിങ്ങളുമെങ്കിൽ ഇതേപോലെ തന്നെയല്ലേ നാമും നമ്മുടെ മക്കളോട് ചോദിക്കുക? ഇവിടെയാണ് ഇനി ഈ ഒരു കാര്യം നമ്മൾ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഭൂമിയിലേക്ക് അയക്കും മുമ്പ് നാം അവനൊരു കരാർ നൽകിയില്ലേ? ഇക്കാര്യം സൂറത്ത് അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നുണ്ട്. അലസ്തു ബി റബ്ബിക്കും എന്ന റബ്ബിൻ്റെ ചോദ്യവും അതേ ഭലാ ഷഹിദിന എന്ന നമ്മുടെ ഉത്തരവും റബ്ബ് അവിടെ എടുത്തു പറയുന്നുണ്ട്. ഏറ്റവും നല്ല നിലയ്ക്ക് ഈ ഭൂമിയെ സംവിധാനിച്ചു തന്നവൻ എന്നല്ല, അതിനുശേഷം നമ്മെ വെറുതെ ഭൂമിയിലേക്ക് ജീവിക്കാൻ വിടാതെ ഏറ്റവും നല്ല ഒരു സിലബസ് അഥവാ ഖുർആൻ നമുക്ക് നൽകി. അതുപോലെ ഏറ്റവും നല്ല ഒരു അധ്യാപകൻ അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു. ഇതൊന്നും കൂടാതെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അക്കാര്യം സൂറത്തു നഹ്ലിൽ എടുത്തു പറയുന്നുണ്ട്. വഇൻ തഉദു നിഅമതല്ലാഹ് ലാ തുഹ്സുഹാ, നിങ്ങൾ എങ്ങാനും എൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഇറങ്ങിയാൽ അതൊരിക്കലും പൂർണ്ണമാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന്. അത്രയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് ഫ്രീ ആയി ലഭിച്ചു. അതെല്ലാം ഓരോ സെക്കൻഡിലും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ടും നാം നന്ദി കാണിക്കുന്നില്ല, അല്ലെങ്കിൽ നന്ദി കാണിക്കുന്നിടത്ത് നാം പിശുക്ക് കാണിക്കുന്നു. ആ സന്ദർഭത്തിൽ അവൻ നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കഥയിൽ ആ പിതാവ് ചോദിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യമാണ്,
ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന ചോദ്യം. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ലൈലത്തുൽ ജിന്നിൻ്റെ ദിവസം അഥവാ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി ജിന്നുകളോടൊപ്പം ചെലവഴിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് സൂറത്തുർ റഹ്മാൻ ഓതിക്കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന ആയത്ത് ഓതുമ്പോൾ അവിടുന്ന് എല്ലാ ജിന്നുകളും ഒന്നടങ്കം വിളിച്ചു പറഞ്ഞത്രേ, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബ് ഫലകൽ ഹംദ് എന്ന്. ഞങ്ങളുടെ റബ്ബേ, നിന്റെ അനുഗ്രഹങ്ങൾ യാതൊന്നിനെയും ഞങ്ങൾ നിഷേധിക്കുന്നില്ല, നിനക്കാണ് സർവസ്തുതിയും എന്ന്. മനസ്സറിഞ്ഞ് ഉള്ളു നിറഞ്ഞ് കണ്ണീരോടുകൂടി ആ റബ്ബിനോട് ഇങ്ങനെ പറയാൻ, കഴിവിൻ്റെ പരമാവധി നന്നായി നന്ദി കാണിക്കാൻ, തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും കഴിവിൻ്റെ പരമാവധി തിരിച്ചു നൽകാൻ, നന്ദി കാണിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് നാം ഹൃദയം കൊണ്ട് തയ്യാറാവുകയും നന്നായി കഠിനാധ്വാനം ചെയ്തു കൊണ്ട് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്തുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.